തരുൺ മൂർത്തി നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അമ്മാതിരി പടമാണ് എടുത്തു വെച്ചേക്കണത്. മലയാള സിനിമക്ക്, അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞ ഇതാണ്. ഈ കാണുന്നതാണ് മലയാള സിനിമ. ഞാനിപ്പോ പറയുന്നത് ഏത് സിനിമയെന്നല്ലേ, തുടരും സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. തുടരും സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. കാരണം ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മ നമ്മ ദൃശ്യം കണ്ടിട്ടുണ്ട്, ഒപ്പം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു മിക്സ് ചെയ്തിട്ട് വേറൊരു ക്ലാസ് രീതിയിലും അതിനോടൊപ്പം ഒരു മാസമായിട്ടുള്ള ഒരു പടമാണ് ഈ പറഞ്ഞ തുടരും എന്ന് പറയുന്നത്. പടം നമ്മ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് പോകും. പിന്നെ നമുക്ക് ചില സമയത്തൊക്കെ തരിച്ചു കയറും ലാലേട്ടന്റെ ചെറിയ ആക്ഷൻ സീനൊക്കെ കാണുന്ന കഴിയുമ്പോൾ. പടം ക്ലാസ് ആയിട്ട് മാസം മൂവിയാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. ആ ലാലേട്ടനെ തൊട്ട് ഇനി ആരും കളിക്കാൻ നിൽക്കില്ലേ. പുള്ളി വേണമെങ്കിൽ ഇനിയും വേറെ വല്ലതൊക്കെ ചെയ്ത് കൂട്ടും. നല്ല നല്ല ഡയറക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെ പിടിച്ചാൽ കിട്ടൂല. കാരണം തരുൺ മൂർത്തി ഈ പറയുന്ന രീതിയിൽ ഇന്റർവെൽ വരെയും പുള്ളിയുടെ പക്ക ഇങ്ങനെ രീതിയിലുള്ള ആ പുള്ളിനെ ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഞ്ഞാനുള്ള രീതിയിൽ. അത് ഇന്റർവെല്ലിന് ശേഷം പുള്ളി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പിഴിയും. നമ്മ ഒരു മുന്തിരി ചാറക്കിന് പോയി സത്തക്കിന് ഊറ്റിയെടുക്കൂലേ, അതേപോലെ ലാലേട്ടൻ ഇങ്ങനെ ഊറ്റിയെടുത്താക്കുന്നു. ലാലേട്ടൻ വേറെ ലെവലാണ് ഇതിനകത്ത്. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തരുൺ മൂർത്തിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പേഴ്സണലി കുറച്ച് കണക്റ്റഡ് ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണ്, പുള്ളി പറഞ്ഞത് ഇത് ചെറിയ പടമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. പടം ഹെവിയാണ്. കാരണം പുള്ളിക്ക് സംഭവം ചെറിയ പടമാണ്. പുള്ളി അധികം മുതൽ മുടക്കില്ലാതിരിക്കുന്ന പടം പിടിച്ചേക്കുന്നത്. കാരണം കോസ്റ്റ്യൂമിനധികം ഒന്നും, കോസ്റ്റ്യൂമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പത്തനംതിട്ടക്കാരൻ്റെ ഒരു അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മ ഇതിനകത്ത് ഒരുപാട് മറ്റേ സൂപ്പർമാനും മറ്റേ അമാനുഷനായിട്ടൊന്നും ലാലേട്ടനെ കാണേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെയാണ് ഈ പടം. സാധാരണക്കാർക്ക് എങ്ങനെ കണക്റ്റ് ആവും, അതുപോലെ തന്നെ ഒരു സിനിമാ പ്രേമികൾക്ക്, മനുഷ്യർക്ക് എങ്ങനെ ഈ ഒരു പടം കണക്റ്റ് ആവും. കാരണം ഇത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റാണ്. ലാലേട്ടൻ അത് ചെയ്താക്കുന്നത്. ലാലേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്റെ പൊന്നൊന്ന് പറയാലോ, നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് ഈ പടം കണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കുറെ നാൾക്ക് ശേഷം ഒരു മലയാള പടം കാണുക. അല്ലാണ്ട് നമ്മ മറ്റു അന്യഭാഷാ പടങ്ങൾ കണ്ടിരുന്ന് കൈയടിക്കുന്ന പോലെ ഒന്നല്ല. നമ്മുടെ മലയാളപ്പടം അതെങ്ങനെയാണെന്ന് തരുൺ മൂർത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഇതല്ല ഇതിനപ്പുറം കാണിക്കും. മനസ്സിലായി? തരുൺ മൂർത്തിക്ക് വേണമെങ്കിൽ ഇനിയും എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാ, അഴിഞ്ഞാട വേണമെങ്കിൽ. ആ രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷെ പുള്ളിക്കറിയാം എവിടെ നിർത്തണം, എങ്ങനെ ചെയ്യണം, എന്ത് വേണം എന്നുള്ളത്. അതിൻ്റെതായ രീതിയിലാണ് പുള്ളി പടം എടുത്ത് വെച്ചേക്കുന്നത്. ലാലേട്ടൻ, പക്ഷെ എന്റെ പൊന്നെ, ലാലേട്ടന്റെ ലാലേട്ടന്റെ അഭിനയമൊക്കെ എവിടെ പോയിന്നാണ് ഈ കണ്ട ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. പലരും ലാലേട്ടന്റെ താടിയെ പറ്റിയും ബോഡി ഷെയിമൊക്കെ നടത്തി പലതും കാട്ടിക്കൂട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ എന്ത് പറയും? ഈ തുടരും സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് പറയും? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളത്തിൽ ഇനി ഈ 2025 ഇറങ്ങിയാക്കുന്ന ഏറ്റവും ടോപ്പ് പടം എന്ന് വേണമെങ്കിൽ പറയാം. പോയി എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയി കണ്ടോ. കാരണം വരും ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാണ്ടാവും. ഒന്നാമത്തെ വെക്കേഷനാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഇറങ്ങിയേക്കുന്നത്. ആരൊക്കെയാണ് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പടം പടം കയറി കൊളുത്തി. ഇനിയൊന്നും പറയാനല്ല, പടം അമ്മാതിരി രീതിയിലാണ് എടുത്ത് വെച്ചേക്കണത്. സിമ്പിൾ ആയിട്ടുള്ളൊരു കഥ, പക്ഷെ അതിന് എടുത്തു വെച്ചാൽ രീതി ഉണ്ടല്ല. തരുൺ മൂർത്തിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കാരണം പുള്ളിക്ക് മറ്റേ ശ്വാസോസം സ്പോഞ്ച് പോലെയാണ് അതൊക്കെ തുടങ്ങി കാണണമെന്നൊക്കെ പറയണത്. ശ്വാസകോശം വരെയും പുള്ളി ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് സിനിമയില്. മനസ്സിലായ? ലാലേട്ടനെ കൊണ്ട് പുള്ളി തകർത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ഓരോ പടങ്ങൾ എടുക്കാനായിട്ട്. കാരണം നമ്മൾ കുറെയൊക്കെ കണ്ടു മറന്ന കുറെ സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മളവിടെ എത്തും, ഇടിച്ചങ്ങോട്ട്. അതുപോലെ തന്നെ ചിലൊരു സീനൊക്കെ ഉണ്ട്, തിയേറ്റർ അങ്ങോട്ട് പൂര പറമ്പാകും. അതാണ് സീൻ.